കാണുന്നില്ലല്ലോ. ചേച്ചി എന്താ? ദാ കപ്പിലെന്താ? കപ്പിൽ കോഫി. അയ്യോ അകത്തല്ല, പുറത്ത്. കപ്പിന് പുറത്ത്. ഇതാരാ ചെയ്തത്? ഞങ്ങളതുകൊണ്ട് സാറിനോട് വെയിറ്റ് ചെയ്തേ. അഖിലേന്റെയാണല്ലോ. സുബ്രോ, നീ എവിടെയുണ്ട്? ഞാനിപ്പോ ആനന്ദിന്റെ ഓഫീസിലുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവൻ മീറ്റിംഗിലാ. നീ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്, വേഗം ചെല്ല്. ശരി ആന്റി. നീ എന്താ ചെയ്യുന്നത്? നിക്കമ്മേ, ഇതില് ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇല്ല. ഇവിടെ അടുത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്. എന്റെ ഫ്രണ്ടിന്റെ സ്ഥാപനമോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, റിംഗ് ഉണ്ട്. ഗിഫ്റ്റ് ഹൗസിലെ നമ്പറാ. അമ്മ സംസാരിക്കേ. ഹലോ, വിസ്മയ ഗിഫ്റ്റ് ഹൗസ്. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാ. പറയൂ മാഡം. ഞങ്ങൾ ഗിഫ്റ്റ് ഹൗസ് വരാം. ഇത് ഞങ്ങളുടെ ജോലിയാണ്.
ഇയാള് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ഇത് നുണയാ. ഞങ്ങൾ കടക്കാരാ, കച്ചവടക്കാരാ. നിങ്ങൾ ആരുടെ ഫോട്ടോ കൊണ്ടുവന്നാലും ഞങ്ങൾ അതുപോലെ ചെയ്തു തരും. നിർത്തടാ. ഇയാള് പറയുന്നത് നുണയാണ്, നുണയാണ്, നുണയാണ്. ഏയ് നിക്ക്. ഗംഗ ഇത് നിഷേധിക്കുന്ന സ്ഥിതിക്ക് ഗംഗയാണ് ഈ ഓർഡർ തന്നതെന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട് മാഡം. എന്ത് തെളിവ്? മാഡം വിളിച്ച ഫോൺ കോള് ഞങ്ങളുടെ മൊബൈലിൽ റെക്കോർഡായിട്ടുണ്ട്. ഞാനത് കേൾപ്പിച്ചു തരാം മാഡം. ഇത് കേൾക്കൂ മാഡം. ഹലോ, വിസ്മയ ഗിഫ്റ്റ് ഹൗസ്? അതെ. ഹലോ, ഞാൻ തൃച്ചംബരത്തുനിന്ന് ഗംഗയാണ്. പറഞ്ഞോ മാഡം. ഞാൻ ഓർഡർ തന്നത് റെഡിയായോ? മാഡം, ഓർഡർ തന്ന കപ്പ് അരമണിക്കൂറിനകം റെഡിയാവും. കപ്പിൽ ഞാൻ പറഞ്ഞത് മാത്രമുള്ള ഇമേജ് കൃത്യമായി ഉണ്ടല്ലോ. അവരുടെ ഫോട്ടോസ് മാഡം പറഞ്ഞതുപോലെ എല്ലാം അതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ തന്ന രണ്ടുപേരുടെയും ഫോട്ടോസ് ക്ലിയർ ആയി പതിയുന്നില്ലെങ്കിൽ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യും. അതൊക്കെ മാഡത്തിന് കാണുമ്പോ ബോധ്യാവും. ശരി, ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ മാഡം. ശരി, പൊയ്ക്കോളൂ. ശരി മാഡം. കേട്ടത് സത്യമാണെന്ന് ഇനിയെങ്കിലും പറഞ്ഞൂടെ? സത്യമല്ല ആന്റി, ഞാൻ ഇയാൾക്ക് ഫോൺ ചെയ്തിട്ടില്ല. ഇതിലെന്തോ കുഴപ്പമുണ്ട്. മിണ്ടരുത്. എന്റെ മുന്നിൽ നുണ പറഞ്ഞ് രക്ഷപ്പെടാന്നാണോ നീ കരുതുന്നത്? എന്തൊക്കെയാ വല്യൂഞ്ഞി ഇവിടെ നടക്കുന്നേ? ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. അല്ല വല്യൂഞ്ഞെ, എനിക്കൊരു സംശയം. വല്യൂഞ്ഞ് ഓർഡർ ചെയ്ത് വാങ്ങിയ കപ്പല്ലേ അത്? പിന്നെ എങ്ങനെയാ ആ കടക്കാരൻ ഗംഗ ഓർഡർ ചെയ്ത കപ്പാണെന്ന് പറഞ്ഞത്? ആ കടക്കാരനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ഞാനാ. എന്തൊക്കെയാ വല്യൂഞ്ഞി പറയണേ? കടക്കാരനോട് വല്യൂഞ്ഞി എപ്പോ പറഞ്ഞു? മാഡം ഫോൺ ചെയ്തിട്ട് വല്യൂഞ്ഞി വീട്ടിൽ വന്നപ്പോഴല്ലേ ഈ കപ്പിന്റെ പ്രശ്നം അറിഞ്ഞത്? അതിനിടയില് കടക്കാരനോട് ഇത് എപ്പോ പറഞ്ഞു എന്നാ വല്യൂഞ്ഞി പറയണേ? ഇന്ന് രാവിലെ ഞാൻ ചോദിക്കാതെ ഒരു കോഫിയുമായി ജയന്തി എന്റെ മുറിയിലേക്ക് വന്നപ്പോ മുതല് എനിക്ക് സംശയം തോന്നിയത്. എനിക്ക് കോഫി തന്നിട്ട് അവിടെ ഇരുന്ന കപ്പ് എടുത്ത് നോക്കി. ഞാൻ കപ്പ് അവിടെ വയ്ക്കെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോഴാ ജയന്തി പുറത്തേക്ക് പോയത്. അപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവൂന്ന്. അപ്പൊ തന്നെ ഞാൻ ആ കപ്പെടുത്ത് ഡ്രോയിൽ വെച്ചു. ഞാൻ ഓഫീസിൽ പോയ സമയത്ത് അവള് തന്നെ വന്ന് റൂം അരിച്ചു പറക്കി കപ്പ് എടുത്തോണ്ട് പോയതാ. ഇതൊന്നും അവളുടെ ബുദ്ധിയായിരിക്കില്ല. തല നിറയെ വക്രബുദ്ധിയായിട്ടൊരാളുണ്ടല്ലോ ഇവിടെ, സാക്ഷാൽ വിലാസിനി. ഓഫീസിൽ മീറ്റിംഗിനിടെ അമ്മ വിളിച്ച് എത്ര നഷ്ടം ഉണ്ടായാലും മീറ്റിംഗ് നിർത്തി വരാൻ പറഞ്ഞപ്പോ കാര്യം ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ആദ്യം ആ കടക്കാരന്റെ അടുത്ത് പോയി ഇതുപോലെ എല്ലാം പ്ലാൻ ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ അവൻ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. വിലാസിനി മാഡത്തിന്റെ കയ്യിൽ ആ കപ്പ് കണ്ടപ്പോഴേ ഞാൻ വല്യൂഞ്ഞിനെ വിളിച്ചിരുന്നു. ഫോണിൽ കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്നോർത്ത് വിഷമിച്ച് നിൽക്കുമ്പോ വിലാസിനി മാഡം കപ്പ് അഖില മാഡത്തിനെ കാണിക്കുകയും അത് പ്രശ്നമാക്കുകയും ചെയ്തു. മാഡം എന്ത് ചെയ്യുന്നോർത്ത് ഞാൻ ഭയന്ന് വിറയ്ക്കായിരുന്നു. എനിക്കെന്ത് വന്നാലും ഭയമില്ല. പക്ഷെ വല്യൂഞ്ഞു വരുമ്പോ എന്താവും ഓർത്തായിരുന്നു എന്റെ ഭയം. ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായേ. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ആരാണെന്നുള്ള തെളിവുകൾ അവൻ അഖിലയുടെ വാട്സാപ്പിലേക്ക് അയക്കുമെന്ന്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആന്റി. എന്ത് തെളിവ്? എന്ത് തെളിവുകളെ കുറിച്ച് അവൻ പറയുന്നത്?
പ്രിയങ്കയും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണോ? അതെ ആന്റി, അത് തന്നെയായിരിക്കും. നീ ഭയപ്പെടണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ പണത്തിന് വേണ്ടി കളിക്കുന്ന ഒരു കളി മാത്രമായിരിക്കാം. നീ പേടിക്കാതിരിക്കെ, വരുന്നിടത്ത് വെച്ച് തന്നെ കാണും. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗംഗ, ആന്റി, ഞാൻ വന്നപ്പോ മുതൽ നിന്നെ ശ്രദ്ധിക്കുക. നീ ആകെ ടെൻഷനാണല്ലോ. എന്താ, എന്തു പറ്റി നിനക്ക്? എനിത്തിങ് റോങ്? ഏയ്, ഒന്നുമില്ല ആന്റി. എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നി. നീ എന്തോ ടെൻഷനിൽ നിൽക്കുന്ന പോലുണ്ടല്ലോ. എന്താ നിനക്ക് പറ്റിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയേ. ഇവൾ ആ ബ്ലാക്ക് മെയിലർ പറഞ്ഞത് ആലോചിച്ചിരിക്കുകയായിരിക്കും. ബ്ലാക്ക് മെയിലർ വിളിച്ചില്ലെങ്കിൽ ഇവള് വിളിപ്പിക്കുന്ന കോളുണ്ടല്ലോ. അലാറം വെച്ചതുപോലെ കൃത്യം 10 മണിക്ക് തന്നെ മെസ്സേജ് അയച്ചല്ലോ. ഈശ്വര, എന്താ അമ്മേ? ഏതോ പ്രൈവറ്റ് നമ്പർ മെസ്സേജ്. അയ്യോ ആന്റി, ആ മെസ്സേജ് ഓപ്പൺ ആക്കല്ലേ. എന്താ? എന്റെ ഒരു ഫ്രണ്ടിന്റെ മൊബൈലിൽ ഇതുപോലൊരു മെസ്സേജ് വന്നത്. അത് ഓപ്പൺ ചെയ്തപ്പോ വൈറസ് കയറി ഫോണിലെ എല്ലാ ഫയലുകളും ഡിലീറ്റ് ആയിപ്പോയി. അതെ ആന്റി, ഗംഗ പറഞ്ഞത് ശരിയാ. അങ്ങനൊക്കെ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. ഗംഗ, അയ്യോ എന്തു പറ്റി? എഴുന്നേക്ക് ഗംഗേ, എഴുന്നേക്ക് ഗംഗേ. അയ്യോ ഈശ്വരാ, ഗംഗേ എഴുന്നേക്ക്. ചേച്ചി, ഗംഗേ, ഗംഗേ മോളെ, ഗംഗേ എഴുന്നേക്ക് ഗംഗേ. അയ്യോ ആന്റി, ഗംഗേ, എഴുന്നേക്ക് ഗംഗേ. ഗംഗേ മാഡം, മാഡം, ഗംഗേ. എഴുന്നേക്ക്. ഇവിടെ ഇരിക്കെ. വേണ്ട, ഇത് കുടിക്കുക. കുടിക്ക്. എന്ത് പറ്റി ഗംഗ പെട്ടെന്ന്? എന്തു പറ്റി ഗംഗേ? തിരുനടയിൽ താലി കുരുങ്ങുന്നത് ദേവി പ്രത്യക്ഷത്തിൽ കാട്ടിത്തരുന്നത് സൂചനകളാണ്. ദുർനിമിത്തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്ത്. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഈ അത്ഭുത
മഹാപ്രപഞ്ചത്തിന്റെ ചരാചര ശില്പി തന്റെ ഉപദേവതകളിലൂടെ കാണിച്ചു തരുന്ന മുന്നറിയിപ്പ്. ആ സ്വർഗസ്വരൂപിയുടെ തീരുമാനപ്രകാരമല്ലാതെ ആരും ആരെയും വിവാഹം കഴിക്കുന്നില്ല. ദൈവം വരദാനമായി തരുന്നൊരു സ്വർഗമല്ലിപ്പൂ തന്നെയാണ് താലി. അത് പവിത്രമാണ്. രണ്ടുപേരെ ഒന്നാക്കി തീർക്കുന്ന സ്നേഹസമ്പൂർണതയുടെ അത്ഭുതം. അഷ്ടദിക്പാലകർ കാവൽ നിൽക്കെ അമ്പലനടയിൽ താലി കുരുങ്ങിയെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമാകും. ആ സമയത്ത് സോപാനത്തിന്റെ തെക്കുവശത്തിരുന്നൊരു പല്ലിയും ചിലച്ചു. ആപത് സൂചന. സ്വാമി, ഞാൻ നിമിത്തങ്ങൾ മനസ്സിലാക്കി ഞാൻ പറയുന്നതാണ് കുട്ടി. ഏതോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. വളരെ സൂക്ഷിക്കണം. കുട്ടിക്കോ കുട്ടി ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലുമോ ഒരു വലിയ ആപത്ത് വരും. താല് കുരുങ്ങിയതുകൊണ്ട് അത് അണിയിച്ചവന് തന്നെ ആകണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ട ആർക്കുമാകാം. ചിലതൊക്കെ അനുഭവിക്കാത്ത തരമില്ല. പലതും പ്രാർത്ഥനകൾ കൊണ്ട് മാറിപ്പോയേക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വാമി? സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവുമെല്ലാം അവിടുന്ന് തന്നെ. ജഗദീശ്വരനോട് പറഞ്ഞോളൂ. അതിനിടയിൽ ആ നശിച്ച ബ്ലാക്ക്മെയിലറുടെ ഒരു ഭീഷണിപ്പെടുത്തലും വീഡിയോ കാട്ടലും. നീ എന്താ പ്രിയങ്കെ മറുപടി ഒന്നും പറയാത്തത്? ആ ഫംഗ്ഷന് ശേഷം നിന്റെ ക്ഷത്രിയ വീര്യമൊക്കെ ചോർന്നു പോയോ? മുഖത്ത് വല്ലാത്തൊരു ഭയവും കാണുന്നു. ആന്റി അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ഇത് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രിയങ്കയുടെ യഥാർത്ഥ രൂപം ഇപ്പൊ കണ്ടേനെ. ദഹിപ്പിച്ചേനെ ഞാൻ. ആന്റി ആയതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നു. ഭയം, പേടി ഇതൊന്നും നാഗമെടുത്ത് പിറവിയെടുത്തവരുടെ ബ്ലഡിൽ ഉണ്ടാവില്ല. ഈ ഗംഗയെ കണ്ടില്ലേ? അഖിലാണ്ടീശ്വരുടെ തറവാട്ടിൽ കയറിക്കൂടി ആ തറവാടിന്റെ അസ്ഥിവാരം ഇളക്കാൻ നോക്കുന്നത്. ഇവൾക്ക് ഭയം തൊട്ടു തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അഖിലയുടെ മുന്നിൽ തല ചുറ്റി വീണത് ഒക്കെ തന്ത്രങ്ങളാ. ക്ഷത്രിയന്റെ യുദ്ധതന്ത്രങ്ങൾ. ആയുധബലം കൊണ്ട് മാത്രം ജയിക്കുന്നതല്ലല്ലോ യുദ്ധം. അതിന് തന്ത്രങ്ങളും ഒളിപ്പോരും കുതന്ത്രങ്ങളും വരെ വേണ്ടിവരും. അയ്യോ ക്ഷമിക്ക് പ്രിയങ്കെ, ഞാനീ വെറുതെ പറഞ്ഞതാ. അതിനിപ്പോ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അഖിലയുടെ കാര്യത്തിൽ നിന്റെ അടുത്ത പ്ലാൻ എന്താ? അതോ, അത് അഖിലയെ കാരാഗൃഹത്തിൽ അടയ്ക്കണം. അച്ഛനെന്തോ വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ. എന്താ കാര്യം? നിന്റെ അമ്മയുടെ മനസ്സ് അത് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് നീ അറിയാം. നിനക്ക് നന്നായി അറിയാം. എന്തു പ്രശ്നം വന്നാലും അവൾ ധൈര്യപൂർവ്വം നേരിടുകയും പരിഹരിക്കുകയും ചെയ്യും. ഏതു വലിയ പ്രതിസന്ധിയെയും വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന നിന്റെ അമ്മ ഇപ്പോൾ ഒന്നും മിണ്ടാതെ വല്ലാതെ അപ്സെറ്റായി മുറിയിലിരിക്കും. അല്ല, അച്ഛൻ കാര്യം തിരക്കില്ലേ? മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറയുന്നില്ല ആനന്ദ്. ഞാൻ ചോദിച്ചു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ പൂജാമുറിയിലെ വിളക്ക് തെളിഞ്ഞില്ല, എന്തോ കുഴപ്പം വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അവളുടെ തോന്നലുകളൊക്കെ സംഭവിക്കുന്ന അവളുടെ വിശ്വാസം. ആനന്ദ്, അമ്മേ എന്തു പറ്റി നിനക്ക്? യു ലുക്ക് സോ ഡൾ. ഏയ് ഒന്നുമില്ലമ്മേ, മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. ജസ്റ്റ് ഒരു മൂഡ് ഓഫ്.
എന്താ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവുന്നതിന്റെ കാരണം? എന്താന്ന് അമ്മയോട് പറ. അങ്ങനെ ചോദിച്ച കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ലമ്മേ. എന്തോ മനസ്സിനൊരു ടെൻഷൻ, ഒരു ആപത്ത് വരുന്നത് പോലൊരു തോന്നൽ, മനസ്സ് വല്ലാതെ തളരുന്നത് പോലെ. എല്ലാ കാര്യങ്ങളും ഒരാഴ്ചത്തേക്കൊന്ന് നീട്ടിവെച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് വല്ല കാട്ടിലും പോയി ഒളിച്ചിരിക്കണം, എന്നാലേ മനസ്സിനൊരു ശാന്തി കിട്ടും. മിസ്റ്റർ ഓഫീസർ, ആശ്രയയിലെ അന്തേവാസികൾ ഭക്ഷ്യവിഷബാധയേറ്റ് ഹോസ്പിറ്റലിൽ. പോലീസും ആരോഗ്യ പ്രവർത്തകരും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചും കഴിഞ്ഞു. മീഡിയക്കാർ പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചു. അല്ല മാഡം, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫുഡ് പ്രോഡക്റ്റിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന കാര്യം മറച്ചുവെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊള്ളാം. ഇത്ര നിസ്സാരമായൊരു കാര്യം പോലീസ് ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ കഷ്ടം. ഡിപ്പാർട്ട്മെന്റിന് തന്നെ അത് നാണക്കേടാണ്. സർ, നാളെ പ്രഭാതത്തിലെ ഈ വിവരം പുറത്തു വരാവൂ. വാർത്ത കേട്ട് ഞെട്ടിയ തൃച്ചംബരത്തുകാർ ഇനി എന്തു ചെയ്യുമെന്ന അങ്കലാപ്പിൽ നിൽക്കുമ്പോ അഖിലയുടെ കയ്യിൽ വിലങ്ങ് വീണിരിക്കണം. ഓ, ദാറ്റ്സ് ഗുഡ്. സമ്മതിച്ചു. മാഡത്തിന്റെ പ്ലാൻ വളരെ കൃത്യമാണ്. അത് തന്നെ നടന്നിരിക്കും. അഖിലാണ്ടേശ്വരി ഇരുമ്പഴികൾ എണ്ണേണ്ടി വരും. ഷുവർ. ടിവിയിലെ ന്യൂസ് കേട്ട അഖിലയ്ക്ക് ഇതൊരു സാധാരണ ന്യൂസായിട്ട് തോന്നും. എന്നാ നാളെ രാവിലെ അറിയും. ഇത് ഞാൻ അഖിലാണ്ടേശ്വരിക്ക് വിരിച്ച വലയാണെന്ന്. ഓക്കെ മാഡം. പിന്നെ മറ്റൊന്ന്, അഖിലയ്ക്ക് ഉന്നത പോലീസ് ബന്ധമുള്ളതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് പോലും അറിയാതെയാണ് വളരെ ശ്രദ്ധാപൂർവം ഞാൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരോടെല്ലാം പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ഞാൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. മാഡം അതോർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ വിചാരിച്ചത് നടക്കും. ഞാൻ രാവിലെ എത്താം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പക്ഷേ അഖിലെ ജയിലിലേക്ക് അയച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഉറക്കമുള്ളൂ. അസോസിയേഷൻ പ്രതിനിധികളും ഫ്ലൈറ്റ് ടൈം 12:30 അല്ലേ? അതെ സർ. സാമ്പത്തിക അർജന്റ് ഫയൽസ് ഒക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അമ്മ വന്നിട്ട് നോക്കാട്ടോ. ശരി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കർശനമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. താങ്ക് യു. ആശ്രയയിലെ ഭക്ഷ്യവിഷബാധ അന്വേഷണം നീളുന്നത് പ്രമുഖ ബിസിനസ് കമ്പനിയിലേക്ക്. ആശുപത്രിയിൽ കഴിയുന്ന ആശ്രയയിലെ അന്തേവാസികളുടെ നില ഗുരുതരമായി തുടരുന്നു. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ രുചിക്കൂട്ട് ഉപയോഗിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രിയങ്കയാണല്ലോ. TV വാർത്ത കണ്ട് വിളിക്കായിരിക്കും. ഹലോ പ്രിയങ്ക, ഞാനിപ്പോ TV ന്യൂസ് കണ്ടു. സന്തോഷമായി എനിക്ക്. ഇതിൽ അഖില എന്തായാലും വീഴും. അതെ ഗംഗ, വീഴണം. അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ കളിച്ചപ്പോഴൊക്കെ കാലിടറിയത് എനിക്കാണ്. ഇതിൽ അഖില വീഴും. അതിരിക്കട്ടെ, ആ വാർത്ത കേട്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ അവസ്ഥ? അതിഗംഭീരം. തൃച്ചംബരത്തേക്കൊരു ഇടിമിന്നൽ ആഞ്ഞു പതിച്ചതുപോലെ. അഖിലക്കിനെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സമയം കൊടുക്കില്ല ഞാൻ. പ്രിയങ്ക, നീ എന്താ പറഞ്ഞു വരുന്നത്? ഗംഗെ, നീ പ്രിയങ്കയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
വിലാസിനെ ആന്റി അടുത്ത് നിപ്പുണ്ടോ? അതെ പ്രിയങ്ക, ഇപ്പൊ വന്നേ ഉള്ളൂ. നീ ആദ്യം ആ കഥക് ലോക്കി, എന്നിട്ട് ഫോൺ സ്പീക്കറിലിട. ആന്റിയും കൂടെ കേക്കട്ടെ. ശരി പ്രിയങ്ക. സ്പീക്കറിലിട്ടു. പ്രിയങ്ക പറഞ്ഞു. ആന്റി. ആ പറഞ്ഞു പ്രിയങ്ക. ആന്റി, ഞാനിപ്പോ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് തരാൻ പോവാം. അയ്യോ, ഗുഡ് ന്യൂസ് ഒക്കെ ഞങ്ങൾ ടിവിയിൽ കണ്ടു പ്രിയങ്കേ. അതൊന്നും അല്ല ആന്റി ന്യൂസ്. പിന്നെ അതൊക്കെ ചെറിയ ന്യൂസ്. വലിയ ന്യൂസ് ദേ വരാൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞത് വെറും ട്രെയിലർ. ത്രില്ലർ വരാൻ പോകുന്നതേ ഉള്ളൂ. അയ്യോ, നിന്റെ ട്രെയിലർ തന്നെ തൃച്ചംബരത്തെ പിടിച്ച് കുലുക്കിയിരിക്കുക. ഇനിയിപ്പോ എന്താ ത്രില്ലർ? ഓ പറ കേൾക്കട്ടെ. അതെ ആന്റി, അത് കേൾക്കുമ്പോ നിങ്ങളെ ചിരിക്കും. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ ഞാൻ വിലങ്ങണിയിക്കാൻ പോവാ. അമ്മയെ അറസ്റ്റ് ചെയ്യാൻ ആരാ നിങ്ങളെ അയച്ചത്? നിങ്ങളുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാകും മിസ്റ്റർ ആനന്ദ്, പക്ഷെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമൊക്കെ കാണിക്കുന്നത് നല്ലതാ, പക്ഷെ ഇവിടെ നിന്നിപ്പോ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. ഒരാൾക്ക് പകരം കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എനിക്ക്. അതിന് നിങ്ങൾക്ക് സാധിക്കില്ല മിസ്റ്റർ ACP. നിങ്ങൾക്കെന്നല്ല, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവർക്കും. അറസ്റ്റ് ചെയ്യടോ. അറസ്റ്റ് ചെയ്യാൻ വരട്ടെ. ഇതുപോലൊരു സീനാവുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. വെയിറ്റ് ചെയ്യാം, ഞാനിപ്പോ കൊണ്ടുവരാം. ഞാനിതിവിടെ വച്ചിരുന്നതാണല്ലോ. അത് ഞാനല്ലേ എടുത്തു മാറ്റിയത്. സർ, ഞാനൊന്ന് അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ. ഇനി നിൽക്കാനൊന്നും നേരമില്ല മിസ്റ്റർ ആനന്ദ്. സർ, ഒരു 2 മിനിറ്റ്. നിങ്ങളുടെ ഈ നാടകമൊന്നും കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. മിസ്റ്റർ ACP, മുൻകൂർ ജാമ്യം എടുത്തതാണെങ്കിൽ വക്കീലുമായി ബന്ധപ്പെടാനുള്ള സാവകാശം ഞങ്ങൾക്ക് തരണം. വക്കീലുമായി ബന്ധപ്പെടാൻ പോയിട്ട് ഇനി ഒരു നിമിഷം തരില്ല ഞാൻ. മാഡം, ബാക്കി കാര്യങ്ങൾ കോടതിയിൽ പറയൂ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്തരുത്. മാഡത്തിനെ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അയ്യോ ചേച്ചി, ആന്റി, ചേച്ചി, ശിവരാമേട്ട, മോനെ ആനന്ദേ, അയ്യോ ചേച്ചി അറസ്റ്റ് ചെയ്യാൻ പോകുന്നടാ. ഇത്രയും നാളും തൃച്ചംബരത്തെ റാണിയായി വാണില്ലേ, ഇനി നിനക്ക് കാരാഗൃഹം.
അറസ്റ്റ് ചെയ്യൂ. ചേച്ചി അയ്യോ ചേച്ചി നിർത്ത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? തലപുണ്ടാക്കണ്ട, ഞാൻ തന്നെ പറയാം. വിലാസിനി മാഡം വല്യൂഞ്ഞിന്റെ മുറിയിന്ന് കയ്യില് മുൻകൂർ ജാമ്യം കിട്ടിയതിന്റെ പേപ്പറാണല്ലോ. അമ്മയെ രക്ഷിക്കാൻ മുൻകൂർ ജാമ്യം. ഉറപ്പായിട്ടും അഖിലയെ ഞാൻ ജയിലിലേക്ക് അയച്ചിരിക്കും. പട്ടിക്കാട്ടിന്ന് വന്ന് 10ാം ക്ലാസ് പോലും പഠിപ്പില്ലാത്ത ഈ കല്യാണി പറയാ, നീ നിന്റെ ചേച്ചിയും കൂടി ഇനി എന്തൊക്കെ ചെയ്താലും, ഇനി ഒറ്റക്കാലിൽ തപസ് ചെയ്താൽ പോലും തൃച്ചംബരത്തെ അഖില മാഡത്തിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക, അനുജത്തിയും ചേച്ചിയും കൂടി ചെയ്ത് കാണിക്കും. മാഡത്തിന്റെ ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ വിരലിൽ ഞാനൊരു പൊന്മോതിരം ഇട്ടുതരും. ഇത് നിങ്ങൾ ചെയ്തു തന്ന നിങ്ങൾക്ക് എന്ത് പ്രതിഫലവും ഞാൻ തരും. ഓക്കെ മാഡം. ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും അഖിലാണ്ടേശ്വരി രക്ഷപ്പെടരുത്. അതിനു വേണ്ടത് എല്ലാം ചെയ്യണം. ഷുവർ മാഡം, ഞാൻ ഇറങ്ങുന്നു. ഗുഡ് നൈറ്റ്.
നിനക്കെന്ത് തോന്നുന്നു? ഇവരൊക്കെ പാവങ്ങളാണ് ബ്രോ. ഇവരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് തന്നെ പാവമാണ്. നോ, അവിടെ നിനക്ക് തെറ്റി അരവിന്ദ്. എന്റെ മനസ്സ് പറയുന്നത് ഈ 4 പേരിൽ ഒരാളാണ് കുറ്റക്കാരനെന്ന്. അതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. അല്ല, ബ്രോയ്ക്ക് അത്രയും വിശ്വാസമാണോ? 100% യെസ്. കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. യു ഡു വൺ തിങ്. നീ ഇവരെ ഫോളോ ചെയ്യണം. അതിനുള്ള ഏർപ്പാട് ചെയ്യുക. ഇന്നലെ വരെയുള്ള ഇവരുടെ ജീവിത രീതിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോന്നാ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അത് ഞാൻ ഏറ്റു ബ്രോ. ഡൺ. എന്താ ആനന്ദ് ഗ്രൂപ്പ് കൊച്ചുമുതലാളിമാരുടെ ക്രോസ് വിസ്താരത്തിൽ പകച്ച് പണ്ടാറടങ്ങി പോയോ നമ്മുടെ ഇച്ചായൻ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. യാതൊരു സംശയം ഉണ്ടാകാത്ത രീതിയിലാണ് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ആര്? തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണനോ? ആനന്ദിന് തൃപ്തികരമായ മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് സെബാസ്റ്റ്യൻ ഇച്ചായന് തോന്നുന്നുണ്ടെങ്കിൽ ആനന്ദിന്റെ പ്രതിപട്ടികയിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യൻ ഇച്ചായൻ തന്നെയായിരിക്കും. ഉറപ്പിക്കാം, ഇപ്പൊ തന്നെ. അയ്യോ മാഡം, അത് വേറത്തെ കാറിലെ AC കൂട്ടണ്ട. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇച്ചായനങ്ങ് ശ്രദ്ധിച്ചു കേക്ക്. വെറും കേൾക്കലല്ല, അതുപോലെ പ്രവർത്തിക്കുകയും വേണം. എന്താ പറ്റോ? മാഡം പറഞ്ഞാ മതി. ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പ്രതിഫലം തന്ന രൂപ ഇച്ചായൻ തൽക്കാലം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യരുത്. ഒപ്പം അമിതമായി എടുത്ത് ചെലവാക്കാനും നിൽക്കരുത്. അങ്ങനെ വന്നാ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇല്ല മാഡം, ഞാൻ ചെലവാക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഇല്ല. എല്ലാം ഒന്ന് ശാന്തമാവുന്നതുവരെ പണം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക. ബാങ്ക് ലോക്കർ ഓക്കെയാണ്? അല്ല, പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവുമോ മാഡം? ഏയ്, നത്തിങ്. ഇച്ചായൻ വിഷമിക്കണ്ട. ബുദ്ധിയോടെ പ്രവർത്തിച്ച ഒരു പ്രശ്നവുമില്ല, കോംപ്ലിക്കേഷൻസും ഇല്ല. പിടികൂടാൻ അവരാവത് നോക്കും, പിടിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും. അതിനായി നിങ്ങൾക്ക് വേണ്ടത് ആ പഴയ ക്ലീൻ ഇമേജാണ്. പണ്ട് കമ്പനിയിലുണ്ടായിരുന്ന ആ ക്ലീൻ ഇമേജിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കണം. അവരെ വിശ്വസിപ്പിക്കണം കൂടെ നിന്ന്. ഗോഡ് മീ? യെസ് മാഡം, മനസ്സിലായി. അങ്ങനെ ചെയ്യാം. എന്താ കല്യാണി ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ആദ്യം വലിയ ഈ പുതിനാറ്റി മുഴുവൻ അങ്ങ് കുടിക്കേ, കുറച്ചൊരാശ്വാസം കിട്ടും. എന്നിട്ട് സമാധാനമായിട്ട് കണ്ണടച്ചിരുന്ന് ഒന്നുകൂടി എല്ലാം ആലോചിക്കും. അപ്പോ യഥാർത്ഥ പ്രതിയുടെ മുഖം കണ്ണിൽ തെളിയും. അല്ലെങ്കിൽ ഒരു തുമ്പെങ്കിലും കിട്ടാതിരിക്കില്ല. കല്യാണി പോവാണോ? എല്ലാം ശരിയാവും. സത്യം എന്തായാലും ജയിക്കും. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയാണെന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവളാ. അത് അരവിന്ദ് കൃഷ്ണന്റെ ഭാര്യ എന്ന നിലയിലല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മരുമകൾ എന്ന നിലയിലാ. അതെ ആന്റി, അഖിലാന്റിയുടെ ആ തല ഉയർത്തിപ്പിടിച്ചുള്ള നിൽപ്പില്ലേ, അത് കാണാനാ എനിക്കിഷ്ടം. എനിക്ക് മാത്രമല്ല, ആന്റിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് തന്നെയാ ഇഷ്ടം. അതുകൊണ്ട് ഈ കൊച്ചു ഭൂമി കുലുക്കത്തില് അഖിലാന്റിയുടെ കാല് പതറാൻ പാടില്ല, തല കുനിക്കാനും പാടില്ല. അതല്ല മോളെ, കുടുംബത്തിന്റെ മാനം, കമ്പനിയുടെ ഗുഡ്വിൽ ഇതെല്ലാം തകർന്നില്ലേ? എങ്ങനെ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ അറിയാവുന്ന ആരും ഇത് വിശ്വസിക്കില്ല. മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി
ആരോ ചെയ്തതാണെന്നേ എല്ലാവരും കരുതും. ആരോ എറിഞ്ഞ ചതിവലയിൽ കുടുങ്ങി തകർന്നു പോകാനുള്ളതാണ് തൃച്ചംബരത്തെ മാനമെങ്കിൽ അതങ്ങ് പോട്ടാൻറ്റി. വെള്ളം 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 വെള്ളം. അപ്പൊ ഇച്ചായിന് ബോധം വന്നുവല്ലേ? സന്തോഷം. ആദ്യം തന്നെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നിരുന്നെങ്കിലേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ ഏതാണ്ട് അടിയും കിട്ടി പുളിയും കുടിച്ചു എന്നിട്ട് കുട്ടിക്ക് ബോധമില്ലാതെ പോയി എന്ന് പറഞ്ഞ പോലെ ആയില്ലേ? ആഹാ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. പുതിയായിട്ടാ, നാളെ തൊട്ട് കേട്ടു തുടങ്ങും. സമയം കളയാതെ ഇവനിട്ട് രണ്ട് കൊടുക്കറോ. ഇവനെ പൊങ്കോലട്ടന്റെ കയ്യൊടിയറേ. അതുകൊണ്ടാ ഇനി എന്നെ ഉപദ്രവിക്കരുത്. കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാ മതി. പോലീസിൽ ഏൽപ്പിക്കില്ലെങ്കിൽ ഞാൻ സത്യമെല്ലാം തുറന്നു പറയാം. അരവിന്ദ്, ആ മതി 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 മതി. എന്നാ ഇനി സത്യം പറ, നീയല്ലേ ഫുഡ് പ്രോഡക്ട്സിൽ മായം ചേർത്തത്? ഞാനാണ്. ആര് പറഞ്ഞിട്ട്? നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. ചുമയ്ക്കും, ചുമയ്ക്കണം. കുറച്ച് വെള്ളം കുടിക്കും. കുടിക്ക്. ഈ ചുമ കുറയില്ല, അത് കൂടും. കുറച്ച് കഴിയുമ്പോ ഛർദിക്കാനും തുടങ്ങും. ഇന്ന് നീ ഓർഡർ ചെയ്ത് വരുത്തിയത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഫുഡാ. ആ അതെ, അത് തന്നെ. നീ ആശ്രയയിലെ പാവങ്ങൾക്ക് കലക്കി കൊടുത്ത അതേ വിഷം. ഇതിന്റെ ടേസ്റ്റ് നീയൊന്നും അറിയണ്ടേ? ഏയ് ഇരിക്ക്, ആനെങ്കിൽ പോകരുത്. പേടിക്കണ്ട, നീ ചാവൊന്നുമില്ല. പക്ഷെ നീ അനുഭവിക്കും. ആ പാവങ്ങൾ അനുഭവിച്ച വേദന നീയും അറിയും. അറിയണം. ഇരിക്കടി. ടെൻഷൻ ആവണ്ട. ടെൻഷൻ രക്തത്തിലൂടെയുള്ള വിഷത്തിന്റെ വ്യാപനം കൂട്ടുമെന്ന് പഠിച്ചിട്ടില്ലേ? നീ ഓരോ പ്രാവശ്യം എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴും ഞാൻ നിന്റെ ജീവനെടുക്കാതെ വെറുതെ വിടുന്നത്
എന്റെ ഔദാര്യമായിട്ടൊന്നും നീ കരുതണ്ട. ഇതുപോലെ നീ നരകിക്കുന്നത് നേരിട്ട് എനിക്ക് കാണണം. ഏതിനും അണിഞ്ഞൊരുങ്ങിയിരുന്ന് കഴിച്ചത് നന്നായി. ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് നിനക്കറിയാം. ഇനിയും നീ ഇത് തുടർന്നാൽ നിന്റെ ദുഷിച്ച ജീവനെടുക്കാൻ ഒരു സുനാമിയോ ഉരുൾപൊട്ടലോ ഇടിമിന്നലോ വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഈ കൈകൊണ്ടായിരിക്കും നിന്റെ ദുർമരണം. ആന്റി, എന്തോ പ്രശ്നമുണ്ട്. ഗംഗയുടെ ഈ കിടപ്പ് കണ്ടിട്ട് പ്രിയങ്ക തട്ടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. വിഷമിക്കാതെ, അത്രയ്ക്കങ്ങ് പേടിക്കാനൊന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നോ? ഇനി ഇതിൽ കൂടുതൽ എന്താണ് ആന്റി സംഭവിക്കാനുള്ളത്? എന്റെ കൂടെപ്പറപ്പ് കൃത്രിമ ശ്വാസവുമായി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണാൻ, ഒന്ന് കൂട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാനൊരു കൂടെപ്പറപ്പാ, അറിയോ ആന്റിക്ക്? ഒന്നും സംഭവിച്ചില്ലാത്ര. ഗംഗേ, ഞാൻ പറഞ്ഞത് അതല്ല. എനിക്ക് മനസ്സിലാവും നിന്റെ വികാരമൊക്കെ. നിങ്ങൾ തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തിന്റെ ആഴവും ഒക്കെ എനിക്കറിയാം. പക്ഷേ അല്പം വിഷം ഉള്ളിൽ ചെന്നാൽ ചത്തുമലക്കുന്ന രക്തമല്ല പ്രിയങ്കയുടേത്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനോ അത്. അവള് തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടെ. അതെ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വിളിച്ചായിരുന്നു. പ്രിയങ്ക ഐസിയുലല്ല, അവളെ വാർഡിലേക്ക് മാറ്റി. നിന്റെ ക്ലാസ് കഴിഞ്ഞോടാ അനിയൂട്ട? ക്ലാസ് കഴിഞ്ഞില്ല, ഇനിയൊരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. കൊറോണ വന്ന കാരണം പിള്ളേരൊക്കെ ഭാഗ്യവന്മാരായി. ഇങ്ങനെ മൊബൈലിൽ നോക്കി ഇരുന്നാ മതിയല്ലോ, പഠിക്കണ്ടല്ലോ. എന്ന് ആര് പറഞ്ഞു? പഠിക്കണോ വച്ചാ? സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ സന്തോഷമൊക്കെ പോയി കിട്ടിയെന്ന് തന്നെ പറയാം. ചില വീടുകളിലെ മാതാപിതാക്കളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം. ആ അച്ഛാ, ചേച്ചി പറഞ്ഞു ശിവരാമൻ സാറിന്റെ ബർത്ത്ഡേ അടുത്തോന്ന്. പിന്നെ അടുത്ത ആഴ്ച സാറിന്റെ ബർത്ത്ഡേ. നമ്മൾ എന്ത് സമ്മാന പിറന്നാളിന് കൊടുക്കുന്നേ? അല്ല നന്ദനെ, ഇത്തവണ അച്ഛന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു പിറന്നാൾ സമ്മാനം കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു, നീ കേട്ടില്ലേ? കേട്ടു. ആന്റി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഉണ്ടാവണമല്ലോ. പക്ഷേ അതുക്കും മേലൊരു സമ്മാനം വേണ്ടേ അച്ഛന് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു അച്ഛനാ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ. അങ്കിൾ പിറന്നാൾ സമ്മാനമായി അങ്ങനെ ഒരു ഗിഫ്റ്റ് ആവശ്യപ്പെട്ട അഖില അതിന് സമ്മതം കൊടുക്കൂ? അന്നേ ദിവസം ശിവരാമകൃഷ്ണൻ ചോദിക്കുന്നത് ആകാശത്ത് നിൽക്കുന്ന അമ്പിളി മാമനെയാണെങ്കിലും അതിനെ പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കും അഖില. അതാണല്ലോ സ്വഭാവം. കൊള്ളാന്റി,
അച്ഛനും മോനും കൂടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന തന്ത്രം കൊള്ളാം. സത്യ പ്രിയങ്കെ, അവര് കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ വർക്കൌട്ടായ അടുക്കളക്കാരി അഖിലയുടെ മരുമകളാകും. തൃച്ചംബരത്തെ മരുമകളാകാൻ കാത്തിരുന്ന ഗംഗയ്ക്ക് തല കുനിച്ച് കെട്ടും ഭാണ്ഡവും എടുത്ത് നാഗമടത്തേക്ക് മടങ്ങാം. അതൊരിക്കലും നടക്കില്ല ആന്റി. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഗംഗയെ തൃച്ചംബരത്തെ മരുമകളാക്കി തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളക്കിയിട്ടേ പ്രിയങ്ക അടങ്ങൂ. കേൾക്കാൻ കാതുകൾക്ക് ഒരു ഇമ്പമൊക്കെ ഉണ്ട് പ്രിയങ്കേ, പക്ഷെ അത് നടക്കണം. എന്താ ഇങ്ങനെ നോക്കണേ? എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമില്ലാണ്ടില്ല. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് വിളപ്പുറത്തമ്മയോട് എന്റെ ഭയാശങ്കകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്റെ ചങ്ങാതി, ഇത്രയും സഹനശക്തി എനിക്ക് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കണേ. കല്യാണി, അല്ല ഇതെന്താ കയ്യില് പ്രസാദമായിട്ട് ചെമ്പരത്തിയോടൊരു കിന്നാരം? ഒന്നുമില്ല, വിളപ്പുറത്തമ്മയെ കണ്ടിട്ട് വരുന്ന വഴി എന്റെ ചങ്ങാതിയെ കൂടെ ഒന്ന് കാണാന്ന് കരുതി. നിന്റെ വിളപ്പുറത്തമ്മയോട് എന്താ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചത് എന്താണെന്ന് മറ്റൊരാളോട് പറയാൻ പാടില്ല. അതിന് ഫലം ഉണ്ടാവില്ലെന്നാ പറയണേ. വേണ്ട, നീ പറയണ്ട. പക്ഷെ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ. പറഞ്ഞോ, കേക്കട്ടെ. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നത് നീ എനിക്ക് തരണം. ആ ശരി, സമ്മതിച്ചിരിക്കുന്നു. ഒടുവില് വാക്ക് മാറ്റരുത്. വാക്കൊന്നും മാറ്റില്ല. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാ. എന്താ ചേച്ചി, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഗംഗ, ആന്റി, നിന്റെ പേരിന് മുന്നിൽ തൃച്ചംബരം എന്ന തറവാട്ടു പേര് ചേർക്കണമെങ്കിൽ നീ 3 ദിവസം പൂർവികർക്ക് പൂജ ചെയ്യണം. പൂർവികരുടെ അനുഗ്രഹവും അനുവാദവും കിട്ടണം. അതിനുശേഷം ആചാരപ്രകാരം ചെയ്യാനുള്ള ചടങ്ങുകളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ തൃച്ചംബരം തറവാടിന്റെ പേര് നിന്റെ പേരിന് മുന്നിൽ ചേർക്കാൻ പറ്റൂ. ചേച്ചി, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഗംഗയോട് പറഞ്ഞു കൊടുത്തതാ. അപ്പൊ ഗംഗ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, തൃച്ചംബരത്തെ ഗംഗയായാലേ മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ, അതിനി ഒറ്റക്കാലിൽ തപസ് ചെയ്യാനും അവള് തയ്യാറാണെന്ന്. അയ്യോ, കണ്ടോ അവളുടെ ഒരു സന്തോഷം. ചേച്ചി അനുവാദം തന്നിരിക്കുന്നു. ഗംഗ, പൂർവികർക്ക് പൂജ ചെയ്യണമെങ്കിൽ അതിവെളുപ്പിനെ, അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണരണം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പൂജയ്ക്ക് തയ്യാറാവണം. പൂർവികർ നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ വെച്ച് ചിട്ടയായി പ്രാർത്ഥിക്കണം. ഹലോ കല്യാണി, നീ മുറിയിലേക്കൊന്ന് വാ. എന്താ വലിയ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല. വേഗം മുറിയിലേക്ക് വാ. വലിയുഞ്ഞേ, എന്തോ അത്യാവശ്യ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട്
എന്താ ഒന്നും മിണ്ടാത്തെ? അതെ, എനിക്ക് കിച്ചണിൽ ഒത്തിരി ജോലിയുണ്ട്, ഉടനെ പോണം. ഇരിക്ക. ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിനാ വിളിച്ചത്. കിച്ചണിലെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ശരി, എന്താണെന്ന് പറയും. അമ്മേ, ദേവി, ഞാനിപ്പോഴും ഒരു ധർമ്മസങ്കടത്തിലാ ദേവി. തൃച്ചംബരത്തെ ആചാരപ്രകാരം നടത്തേണ്ട ഒരു പൂജാകർമ്മം ആരും കാണാണ്ട് ഒളിച്ചു ചെയ്യേണ്ട ഒരു അവസ്ഥയിലാ ഞാൻ. അതാരെങ്കിലും കണ്ടുപിടിച്ച വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും. എന്നാൽ ഞാൻ ആ പൂജ നിർബന്ധമായിട്ട് ചെയ്യണമെന്നാ വല്യൂഞ്ഞ് പറഞ്ഞിരിക്കുന്നെ. അനുസരിക്കാണ്ട് തരയില്ലല്ലോ. ഞങ്ങളെ കാത്തോളണം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂർവികരുടെ പ്രീതി നേടേണ്ട പൂജ ഒരു മത്സരം പോലെ വന്ന് ഭവിച്ചിരിക്കണേ. ആ മത്സരത്തിൽ വിജയം ഉണ്ടാവാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം.